പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് ആരും അറിയാതെ അനന്തപുരിയിൽ തിരിച്ചെത്തുന്നുണ്ട്. ദേവയാനിയും നയനയും മാത്രമാണ് ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. എന്നിട്ട് വന്നതിന് ശേഷം നമ്മുടെ ജലജയും അഭിയും നടത്തുന്ന ഓരോ പ്ലാനുകളും നമ്മുടെ ആദർശ് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. നവ്യയും അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ആദർശിനെ കുറ്റപ്പെടുത്തുന്നതും നവ്യയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും ഒക്കെ ആദർശ് നേരിൽ കണ്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഗൂഢാലോചനകളും ഒക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പോഴാണ് നമ്മുടെ അഭി ജലജയോട് പറയുന്നത് നമ്മുടെ ആദർശിൻ്റെ നയനയുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം, അതുപോലെ അനന്തപുരി തറവാടിനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ് AN ജ്വല്ലറിയുമായിട്ട് കൂട്ടുകൂടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പം ആദർശ് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇവനെ വെറുതെ വിടുന്തോറും ഇവനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവനെ ഒന്ന് പൂട്ടാൻ പറ്റുക? എന്തായാലും എല്ലാ സത്യങ്ങളും നവ്യയോട് തുറന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് തന്നെ അഭിയെ പുറത്താക്കണം. ആ ഒരു പ്ലാൻ ഇങ്ങനെ നടത്തിയേ പറ്റുകയുള്ളൂ, അല്ലാതെ അവൻ ഒരിക്കലും അടങ്ങി നിൽക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് ആദർശ് നമ്മുടെ നയനയോടും ദേവയാനിയോടും സംസാരിക്കുന്നുണ്ട്. അവരെ ആരും കാണാതെ മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അഭിയും ജലജേൻ്റെയും സംസാരിക്കുന്നതൊക്കെ ഞാൻ മറഞ്ഞു നിന്നിപ്പോൾ കേട്ട് ആസ്വദിക്കുകയാണ്. പക്ഷേ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ അമ്മേ. ആ സമയത്ത് അത് കേൾക്കുമ്പോൾ നീരിൽ ചെന്നിട്ട് കുത്തിനെ പിടിക്കാനാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോനേതായാലും ക്ഷമിക്ക്, അവരുടെ കളി എത്രത്തോളം പോകും എന്നുള്ളത് നോക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യ അതുവഴി വരുന്നത്. എന്നിട്ട് ഇവരുടെ മുറിയിൽ നിന്ന് സംസാരം കേൾക്കുകയാണ്. അപ്പോൾ ആരാ ഇപ്പോൾ സംസാരിക്കുന്നത്? അതും ഒരു ആണിൻ്റെ സ്വരമാണല്ലോ കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നവ്യ വന്നിട്ട് വാതിൽ മുട്ടുന്നുണ്ട്. വാതിൽ മുട്ടുന്നത് കേട്ടപ്പോൾ നമ്മുടെ ആദർശ് അങ്ങ് പേടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചേ പറ്റുകയുള്ളൂ, ഞാനിവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും തോറ്റിപ്പോവും, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അലമാറിൻ്റെ സൈഡിലായിട്ട് ആദർശ് കയറി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിതുവരെ ഉറങ്ങിയിട്ടില്ല? ഇവിടെ നിന്ന് ആരും സംസാരിച്ചത്? ആരോട് സൗണ്ട് കേട്ടല്ലോ, ആണുങ്ങൾ സൗണ്ടാണല്ലോ കേൾക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതേടി ഞങ്ങളെ കാണാൻ പുറത്തുനിന്ന് ആണുങ്ങൾ വന്നതാണ്, എന്തേ നിനക്ക് കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് കിടിലൻ മറുപടി കൊടുത്തിട്ട് നവ്യയെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നവ്യ ജലജയുടെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട്, അവരുടെ മുറിയിൽ നിന്ന് ഞാൻ സൗണ്ട് കേട്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ, ഈ പാതിരാത്രി ആര് വരാനാ? അതും പ്രത്യേകിച്ച് അമ്മായിയമ്മയും മരുമകളും നിൽക്കുമ്പം. എന്തായാലും അമ്മായി ആ ഗണത്തിൽ പെട്ടതല്ല, അത് 100% എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും അത് പോട്ടെ, നീ ഫോണിൽ വല്ല സ്പീക്കറിലും എന്തെങ്കിലും വെച്ചത് കേട്ടതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അല്ല മുറിയിൽ നിന്ന് ഉറപ്പായിട്ടും ആരും സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാത്രിയും ഇവർ ഗൂഢാലോചനകൾ ഓരോന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അത് വളർത്തിക്കൊണ്ടുവരണ്ട എന്ന് കരുതിയിട്ട് ആദർശ് നേരെ അവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അഭിയുടെ ഷർട്ടിന് കയറി പിടിക്കുന്ന സമയത്ത് അഭിയാകെ ഞെട്ടിധരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആദർശേട്ടനൊപ്പം വന്നു, നിങ്ങളല്ലേ ജയിലിലാണ് എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത്, ആടാ നീ എന്നെ കുറേ ജയിലിലാക്കാൻ നോക്കി, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, നിങ്ങളുടെ കളികൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുക തന്നെയായിരുന്നു. നീ എന്താ കരുതിയത്? എന്നെ അങ്ങ് ഇല്ലാതാക്കിയിട്ട്, എൻ്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട്, അനന്തപുരി തറവാടിനെ ഇല്ലാതാക്കിയിട്ട്, AN ജ്വല്ലറിയുമായിട്ട് കൂട്ടുകൂടിയിട്ട് എല്ലാം നശിപ്പിക്കാമെന്നോ? നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞു. നവ്യെ, നീയും ഇത്രയ്ക്കും തരം താഴുമെന്ന് കരുതിയിട്ടില്ല. നീ ഇവൻ ചെയ്ത ചറ്റത്തരം കാര്യമൊന്നും നിനക്കറിയില്ലല്ലോ, എന്നാ അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആദർശിനെ ചതിക്കാൻ നോക്കിയതും അവിടെ ജ്വല്ലറിയിൽ തട്ടിപ്പ് നടത്തിയതും ആദർശിനെ ജയിലിലാക്കാൻ നോക്കിയതും നമ്മുടെ അഭിയാണ് എന്നുള്ളത് നവ്യയോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്നുള്ള കാര്യം നമ്മുടെ ആദർശ് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അത് അഭി എങ്ങനെ ചെയ്യാതിരിക്കും? അഭിയോട് അത്രയ്ക്കും ക്രൂരതകളല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ അഭിക്കും തിരിച്ച് ചെയ്യണമെന്നുള്ളത് തോന്നിപ്പോവുമല്ലോ, കാരണം അത്രയ്ക്കും അഭി ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ്, വേറെ ചില സത്യങ്ങൾ അറിഞ്ഞാൽ നീ ആയിരിക്കും ഇവനെ ഇങ്ങനെ പിടിച്ച് പുറത്ത് കളയുക. അത് തൽക്കാലം ഞാൻ മിണ്ടാതിരിക്കുന്നത് നിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ്. പക്ഷേ അത് ഞാൻ നിന്നോട് തുറന്ന് പറയുന്നുണ്ട്, ഇവനെ ജയിലിൽ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നീ അതറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നീയല്ലേ ഇവൻ ജയിലിലാണെന്ന് പറഞ്ഞത്, ഇവൻ എങ്ങനെ തിരിച്ചെത്തി, എന്ന് തിരിച്ചെത്തി? ഏതായാലും നിന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഞങ്ങളാണ് മണ്ടത്തിമാർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജ. എന്നിട്ട് അഭിയെ കുറ്റപ്പെടുത്തുകയാണ്.